നമസ്കാരം. കോൺഗ്രസിനല്ലിലും രാജ്യസ്നേഹമില്ലാത്തവരെ കാണുമ്പോൾ പൂച്ചയ്ക്ക് മത്തി കണ്ട ഒരു ഫീലാണ്. എന്താണെന്നറിയില്ല. പാകിസ്ഥാൻകാർ ഒന്ന് കണ്ണു കാണിച്ചാൽ ചാടിപ്പോകാവുന്ന ഒരു നിഷ്കു മനസ്സാണ് കോൺഗ്രസിന്. അതല്ലേ രാജ്യസുരക്ഷയ്ക്ക് എത്ര തവണ കോട്ടം തട്ടിയിട്ടും ഭീകരവാദികളെ ഒന്ന് അടിച്ചമർത്താൻ പോലും കോൺഗ്രസിന് കഴിയാതെ പോയത്. വേറൊന്നുമല്ല, കോൺഗ്രസ് ഭരണത്തിന്റെ വീഴ്ച കൊണ്ടാണ് ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ ഒക്കെ ഉണ്ടായെന്ന് പറഞ്ഞാൽ കോൺഗ്രസുകാരെ നിങ്ങളിത് സമ്മതിച്ചു തരുമോ? ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്തെല്ലാം കോൺഗ്രസിന് സുരക്ഷാ കാര്യങ്ങളിൽ നിരവധി തവണ വീഴ്ച പറ്റിയെന്നുള്ള പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മുംബൈ ഭീകരാക്രമണ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പാക് ഭീകരൻ അജ്മൽ കസബിന് കോൺഗ്രസ് ബിരിയാണി വിളമ്പിയ കഥയൊക്കെ ഇപ്പോൾ എല്ലാവരും അറിഞ്ഞു കേട്ടു. പാകിസ്ഥാനോടുള്ള കോൺഗ്രസിന്റെ സമീപനമൊക്കെ എന്നും വൻ ചർച്ചാ വിഷയമായിട്ടുണ്ട്. കോൺഗ്രസ് വേദികളിൽ പാകിസ്ഥാൻ സിന്ദാബാദ് മുദ്രാവാക്യം വിളിക്കുന്ന പുതിയ പ്രവണത കണ്ടുവരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതെല്ലാം കണ്ടും കേട്ടും രാഹുൽ ഗാന്ധി മൗനം പാലിക്കുന്നതിന്റെ പൊരുളാണ് ഇപ്പോൾ ആർക്കും മനസ്സിലാകാത്തത്. മുംബൈ ഭീകരാക്രമണ കേസ് കൈകാര്യം ചെയ്യുന്നതിൽ അന്നത്തെ കോൺഗ്രസ് ഭരണ നേതൃത്വത്തിന് വലിയ വീഴ്ച സംഭവിച്ചതായി BJP ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ JP നഡ്ഡ ഇപ്പോൾ തുറന്നടിച്ചിരിക്കുന്നു. UPA സർക്കാർ ഈ വിഷയത്തിൽ ഒരു രീതിയിലും തുടർ നടപടികൾ സ്വീകരിച്ചില്ലെന്നും പാകിസ്ഥാനോടുണ്ടായിരുന്ന സമീപനം പോലും അതിന് തെളിവാണെന്നും നഡ്ഡ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അന്ന് ആക്രമണം നടന്നത് ഇവിടെ മുംബൈയിൽ വെച്ചാണ്. പക്ഷെ UPA സർക്കാർ പാകിസ്ഥാനോട് ഇതിനെക്കുറിച്ച് ചോദിക്കാൻ പോലും ഭയന്നിട്ടുണ്ട്. പാക് ഭീകരനായ അജ്മൽ കസബിനെ അവർ ജയിലിനുള്ളിൽ ബിരിയാണി വിളമ്പിയെന്നും നദ്ദ പറയുന്നുണ്ട്. ഉറി പുൽവാമ ആക്രമണം നടന്ന സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ച നടപടികൾ ഇന്ത്യക്കാർ കണ്ടതാണ്. എതിർ പാർട്ടികളിലുള്ളവർ പോലും വന്ന് നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചു. അപ്പോൾ നല്ലത് ചെയ്താലേ ആളുകൾ നല്ലത് പറയൂവെന്ന് മനസ്സിലാക്കാമല്ലോ കോൺഗ്രസുകാരെ. ഉറിയിൽ ആക്രമണമുണ്ടായി 15 ദിവസത്തിനുള്ളിലാണ് മോഡി സർക്കാർ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത്. പുൽവാമയിലും അതേപോലെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ പാകിസ്ഥാനിൽ വ്യോമാക്രമണം ഇന്ത്യ നടത്തി. അവർക്ക് ഒരു രീതിയിലും പ്രതികരിക്കാൻ സാധിച്ചില്ല. കോൺഗ്രസ് എല്ലാ കാലത്തും മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്കിടയിൽ വിദ്വേഷം വളർത്താനാണ് ശ്രമിക്കുന്നത്. ഭരണഘടന മതപരമായ സംവരണം അനുവദിക്കില്ലെന്ന് രാഹുലിന് അറിയില്ല. രാഹുലിന് ഭരണഘടനയുടെ ABCD പോലും മനസ്സിലാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. സ്നേഹത്തിന്റെ കട തുറന്നു എന്ന് പറയുന്ന കോൺഗ്രസ് അവിടെ വിൽക്കുന്നത് അത്രയും വെറുപ്പിന്റെ വസ്തുക്കളാണ്. ജനങ്ങൾക്ക് അതറിയാം. കോൺഗ്രസുകാരെയൊക്കെ ഇനി അത് ആര് പറഞ്ഞു മനസ്സിലാക്കുമോ ആവോ.